ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാം. എഗ് മസാല പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 2 ചിരട്ടപ്പുട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി 2 സവാള എടുത്ത് നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രം വെച്ച് സവാള ആദ്യം വഴറ്റിയെടുക്കാം. സവാളയിൽ 2 പച്ചമുളക്, ഇത്തിരി എരിവുള്ള പച്ചമുളക് തന്നെ 2ആയിട്ട് കീറി അതും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി, അത് നീളത്തിൽ തന്നെയാണ് മുറിച്ച് വയ്ക്കേണ്ടത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയിൽ ഒരു നുള്ളു ഉപ്പും ചേർത്ത് നമുക്ക് തോരൻ പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എത്ര മുട്ട വേണമെങ്കിലും ഒഴിക്കാം. നമുക്കിപ്പോൾ 2 മുട്ട, ഈ 2 പുട്ടിന് 2 മുട്ട മതി. ഇപ്പോൾ ഈ തോരൻ പോലെയായി. ഇപ്പം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാള ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പുട്ട് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. പുട്ട് ഇതിൽ ചേർത്തതിന് ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. പുട്ടിൽ ഉപ്പുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഉപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കി വേണം വീണ്ടും വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ എഗ് മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ബൈ ബൈ.